ഹായ് ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ മിഥുൻ ഫ്രം നിരാമയ ഹോസ്പിറ്റൽ. നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് തലവേദന. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളുടെ ഒപ്പം ഉള്ളത് നിരാമയ റീഹാബ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് HODയും കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ ഹനീൻ. വെൽക്കം സർ. ഡോക്ടർ, എന്താണ് തലവേദന? എന്തൊക്കെ കാരണം കൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് തലവേദന. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ മെയിനായിട്ട് കാരണങ്ങൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൂടെ നമുക്കൊരു പരിധിവരെ പലതരത്തിലുള്ള ഹെഡേക്സിനെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ കാരണങ്ങളെ നമ്മൾ തടുത്ത് നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഭക്ഷണം ഒരു വലിയ കാരണമാണ്. അതുപോലെ നമ്മളുടെ ഉറക്കം, നമ്മുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഹെഡേക്കുകളുണ്ട്. അത് ഹെഡേക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. അതിൽ മെയിനായിട്ട് ആളുകൾ നമ്മളടുത്തേക്ക് വരുന്ന കാരണം ഒന്ന് മൈഗ്രെയിൻ തന്നെയാണ്. മൈഗ്രെയിൻ ഹെഡേക്ക് പല ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്റർ ഹെഡേക്കുകളുണ്ടാകും, തലേൻ്റെ ഒരു വശത്ത് മാത്രമായിട്ടുള്ള പെയിൻ ഉണ്ടാകും. അതുപോലെ നമുക്ക് സൈനസൈറ്റിസിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്ന തലവേദനകളുണ്ടാകും. ഈ തലവേദനകളുടെ ഇതിൻ്റെ കാരണങ്ങൾ ഒരു ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം എന്താണോ അതിൻ്റെ കാരണം അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യലാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ തന്നെ നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പല സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു തൈറാമിൻ എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് നമ്മളെ ഹെഡിലുള്ള വാസോ ഡൈലറ്റേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ നടക്കും. അതായത് സങ്കോചവും അതിൻ്റെ വികാസവും നടക്കും. ഇത് പലപ്പോഴും നമ്മൾ ഡെയിലി നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുക അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ ഹെഡേക്സിന് ഒരു ചാൻസാണ്. അതേപോലെ നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫ്, നമ്മുടെ ഫാമിലി ലൈഫ്, സോഷ്യൽ ലൈഫ്, ഏതിലാണെങ്കിലും നമുക്ക് സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്ട്രെസ്സ് കൊണ്ടും തലവേദന ഉണ്ടാകും. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ പെയിനുണ്ടാകും. ചിലപ്പോൾ ചില ആളുകൾക്ക് നമുക്ക് കഴുത്തിലെ സെർവൈക്കൽ ഇഷ്യൂ ഉള്ള കാരണം അവർക്ക് പുറകുവശത്ത് കൂടെ പെയിൻ ഉണ്ടാകും. പക്ഷേ അവർ മിമിക്കയിൽ ഹെഡേക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എക്സാമിനേഷൻ ചെയ്ത് നോക്കിയാലായിരിക്കും ചിലപ്പം നമുക്ക് സെർവൈക്കൽ ഇഷ്യൂ കാരണമാണ് ആ തലവേദന ഉള്ളതെന്ന് പറയാൻ പറ്റും. ചിലർക്ക് സൈനസൈറ്റിസ്, കഫം സൈനസിൽ കെട്ടിക്കിടന്നിട്ട് തലവേദന ഉണ്ടാകും. ഇതെല്ലാം അതിൻ്റെ കാരണങ്ങൾ. അപ്പം അതിന് കൃത്യമായ ഒരു ഡോക്ടറെ പരിശോധിച്ചതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കലാണ് ആവശ്യം. ഡോക്ടർ, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് രീതികളാണ് ഇവിടെ നമുക്ക് തലവേദനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല ടൈപ്സ് തലവേദന പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സൂര്യാവർത്തമുണ്ട്. സൂര്യാവർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ മോർണിംഗ് ഹവേഴ്സിൽ നമുക്ക് തലവേദന സ്ലോലി അത് കൂടി ഒരു നൂണാകുമ്പോഴത്തേക്ക് അത് പീക്ക് ഇതിലേക്ക് എത്തുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലേപനങ്ങളുണ്ട്. അതുപോലെ തന്നെ നസ്യം ലേപനം, അതുപോലെ തന്നെ ശിരോധാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഓറൽ മെഡിക്കേഷൻസ് തലവേദനയ്ക്കായിട്ട് ആയുർവേദം പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ അത് കൂടെയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഒരാളുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അദ്ദേഹം ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ആ ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടുമ്പോൾ അതിലെന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും അത് രോഗിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അതിലുള്ള മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഡോക്ടർ, ഇപ്പോൾ പലതരത്തിലുള്ള തലവേദനയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിലേത് കണ്ടീഷനിലാണ് ഒരു രോഗി ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കേണ്ടത്? അതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓരോ തലവേദനകളിലും പല സിംറ്റംസാണ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ തന്നെ 1-2 തവണ നമുക്ക് തലവേദന പെർസിസ്റ്റായിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ മന്ത്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ പല തവണകളായിട്ട് നമുക്ക് പീരിയോഡിക്കായിട്ട് തലവേദന ഉണ്ടാവാം. അതുപോലെ നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ തല കുനിക്കുന്ന സമയത്ത് നമുക്ക് തലവേദന കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവുക. കണ്ണിൽ വിഷൻ നോർമൽ അല്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഫീൽ ചെയ്യാം തലവേദനൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ കണ്ണിലെ കാഴ്ചയ്ക്ക് മങ്ങൽ സംഭവിക്കാം. അതൊക്കെയാണ് അതിൻ്റെ സിവിയർ സിംറ്റംസ്. അതല്ലാത്ത രീതിയിലും നമുക്ക് ചെറിയ തലവേദനകളൊക്കെ ആണെങ്കിൽ ചിലപ്പം വെള്ളം കുടിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കം ശരിയാവാത്തത് കൊണ്ടൊക്കെ ഉണ്ടാവാം. അതല്ലാതെ ഒരാഴ്ചയിൽ 1-2 തവണ നമുക്ക് പീരിയോഡിക്കായിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്.